അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മഖാസിദു ശരിയ അൽ ഇസ്ലാമിയ ഇത്തിലാഅത്ത് ഇസ്തിഹ്ലാലിയ എന്നാണ്. ഇത്തിലാഅത്ത് ഇസ്തിഹ്ലാലിയ എന്നാൽ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില ഇൻട്രൊഡക്ഷൻസ് മാത്രം. ഈ മഖാസിദു ശരിയ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ലാപ്പിൽ 50-ലേറെ പേജുകൾ, നക്കലുകൾ മാത്രം ഈ വിഷയത്തിൽ നമ്മുടെ അയിമത്തിൻ്റെയും മറ്റും കിതാബുകളിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 20 പേജ് മാത്രമാണ് ഇന്നത്തേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു ടോപ്പിക്കാണ്. ഈ മേഖലയിൽ എഴുതപ്പെട്ട ചില പുസ്തകങ്ങളും കിതാബുകളും ഒക്കെ 700, 900 ഒക്കെയാണ് അതിൻ്റെ പേജുകൾ. നമ്മുടെ കേരളത്തിലേക്ക് ഈ വിഷയം വളരെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്പം കാലം മാത്രമേ ആയിട്ടുള്ളൂ. മലയാളത്തിൽ ഒരു പുസ്തകം മാത്രമാണ് ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതാണെങ്കിൽ തന്നെ നമ്മുടെ മനഹജിനോട്, നമ്മുടെ തുടർന്ന് വരുന്ന ശൈലിക്ക് വിഭിന്നമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആദ്യമായിട്ട് മഖാസിദു ശരിയ എന്നുള്ള പദത്തെക്കുറിച്ച് നമുക്ക് പറയാം. മഖാസിദ് എന്നാൽ ലക്ഷ്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയ എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത മതം. തുഹ്ഫയിലെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ, താരീഫ് കാണാം 1-ാം ഭാഗത്ത് തന്നെ. അപ്പോൾ ഈ മതത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ മതം എന്ന് പറയുന്നത് ചില അഹ്കാമുകളും ചില വിശ്വാസങ്ങളുമാണ്. ഈ വിശ്വാസങ്ങളുടെയും അഹ്കാമുകളുടെയും ലക്ഷ്യങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പഠന ശാഖയാണ് മഖാസിദു ശരിയ. ഈ വിഷയത്തിൽ നമ്മുടെ അയിമത്ത് മുൻകാലത്ത് തന്നെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ മഖാസിദു ശരിയ എന്ത് എന്ന് നിർവചിച്ചിട്ടില്ല. ഇമാം ഗസാലി തങ്ങളും ഇമാമുൽ ഹറമൈനിയും ഇമാം ഖഫാലു ശാശിയും ഇസ്സ് ബിൻ അബ്ദുസ്സലാം തങ്ങളും ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഈ വിഷയത്തിൽ നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും താരീഫുകൾ അവർ പറഞ്ഞിട്ടില്ല. താരീഫുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ വിഷയത്തിൽ വരുന്ന ഒരുപാട് പദങ്ങളുണ്ട്. ആ പദങ്ങളെയെല്ലാം പലപ്പോഴും പലയിടത്തായിട്ട് അവർ നിർവചിച്ചു വെച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഡിസ്കോഴ്സിൽ, ഈ ഒരു ചർച്ചയിൽ വളരെയധികം വരുന്ന പദമാണ് അൽ മസ്ലഹ എന്നുള്ള പദം. മസ്ലഹത്ത്. ഈ മസ്ലഹത്തിനെ കുറിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അൽ മുസ്തസ്ഫ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇൽമുൽ ഉസൂലിൽ ഇമാം ഗസാലി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണ്. ഇഹ്യാ എഴുതിയതിന്റെ ശേഷം അവസാന കാലത്താണ് മുസ്തസ്ഫ എഴുതുന്നത്. അതിലവർ പറയുന്നു, വൽ നഫ്ഹം അവ്വലൻ മഅനൽ മസ്ലഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് മസ്ലഹത്തിനെ കുറിച്ച്. അതിന്റെ അവസാനം പറയുന്നത് കാണാം, നഅനി ബിൽ മസ്ലഹ. മസ്ലഹ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മസ്ലഹ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അൽ മുഹാഫളത അലാ മഖ്സൂദി ശർഈ. ഇവിടെ ശർഈന് ചില ലക്ഷ്യങ്ങളുണ്ട്. മതം അവതീർണമായതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹു തആല തസ്രീഅ് ചെയ്തതിൽ ചില ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയാം. ചില ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതിനെ പരിഗണിക്കുക, ഇതാണ് മസ്ലഹ എന്ന് ഇമാം ഗസാലി തങ്ങൾ മുസ്തസ്ഫയിൽ ഡിഫൈൻ ചെയ്ത് കാണാം. നമ്മൾ പറഞ്ഞു, മുൻകാലത്തുള്ളവരാരും ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്താണ് മഖാസിദു ശരിയ എന്നാൽ. എന്നാൽ മുആസിറുകളായ പണ്ഡിതന്മാർ, ഇക്കാലത്ത് ഒരു 100 വർഷത്തിനുള്ളിൽ ജീവിച്ചു പോയ ഒരുപാട് മഹാന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ ഇതിന് താരീഫ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ താരീഫുകളാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. മഖാസിദു ശരിയ ഇൻദ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞിട്ടൊരു രചനയുണ്ട്. ആ രചനയിൽ തന്നെ അതിൻ്റെ രചയിതാവ് 12 താരീഫുകൾ പലരിൽ നിന്നായി, അല്ലാലുൽ ഫാസി, ഇബ്നു ആശൂർ, ഇങ്ങനെയുള്ള പല പണ്ഡിതന്മാരുടെയും താരീഫുകൾ കൊടുക്കുന്നുണ്ട്. ഈ 12 താരീഫുകളിൽ നിന്ന് ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നിയ, ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയ ഒരു താരീഫാണ് വഹബ സുഹൈലിയുടെ താരീഫ്. വഹബ സുഹൈലി അടുത്ത് വഫാത്തായി പോയ ഒരു മഹാനാണ്. മഖാസിദു ശരിയയുടെ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മനഹജിനോട് കൂടുതൽ യോജിച്ച ഒരു ഗ്രന്ഥം, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളിനോട് കൂടുതൽ യോജിച്ചൊരു ഗ്രന്ഥമാണ് വഹബ സുഹൈലിയുടെ മഖാസിദു ശരിയയുടെ ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്ന താരീഫ് നമുക്ക് കാണാം. അൽ മഅനി വൽ അഹ്ദാഫ് അൽ മൽഹൂല ലിശ്ശർഇ ഫി ജമീഇ അഹ്കാമിഹി ഔ മുഅ്ലമിഹാ അവിൽ ഗായ മിന ശരിയ വൽ അസ്റാർ അല്ലതി വദഅഹ അശ്ശാരിഉ ഇൻദ കുല്ലി ഹുക്മിൻ മിൻ അഹ്കാമിഹാ. ഇതിനെ വളരെ ചുരുക്കി പറഞ്ഞാൽ, ശരീഅത്തിന്റെ ഹുക്കുമുകൾ, ഈ ഹുക്കുമുകൾ നിശ്ചയിക്കുന്ന സമയത്ത്, സംവിധാനിക്കുന്ന സമയത്ത് അല്ലാഹു തആല ശാരിഅ പരിഗണിച്ച ചില ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഇൽമാണ് മഖാസിദു ശരിയ. ഈ താരീഫ് നിങ്ങൾക്ക് ഉസൂലുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറയുന്ന വഹബ സുഹൈലിയുടെ ഗ്രന്ഥത്തിൽ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വിഷയം എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്ത് നമ്മളെന്ന് മനസ്സിലാക്കണം. എന്ത് വിഷയമാണെങ്കിലും, പുതിയതെന്ത് വന്നാലും
ആദ്യം നമ്മൾ നമ്മുടെ നിലപാട് മനസ്സിലാക്കിയിട്ട് അതിനെ വിലയിരുത്തണം, നിരൂപിക്കണം. അപ്പോൾ മഖാസിദ് ശരിയയുടെ വിഷയത്തിൽ നമ്മുടെ നിലപാട് മനസ്സിലാക്കാൻ നമ്മൾ ഏതൊക്കെ കിതാബുകളാണ് നോക്കേണ്ടത്, എവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത്. അതിന് ചെറിയ ഹിന്റുകൾ ഞാൻ നൽകാം. ഒന്നാണ് മബാഹിസുൽ ഖിയാസി വൽ മുനാസിബ്. ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഖിയാസിനെ കുറിച്ചും മുനാസിബിനെ കുറിച്ചൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. ഇല്ലത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ ഇതിന്റെ ചർച്ച കാണാം. അതുപോലെ തഅലീലുൽ അഹ്കാം, അല്ലാഹു തആല ഹുക്മുകൾ സംവിധാനിക്കുമ്പോൾ അതിന് പിന്നിലൊരു ഹിക്മത്ത് ഉണ്ടാകാൻ പറ്റുമോ ഇല്ലയോ എന്ന് തുടങ്ങിയിട്ടുള്ള ചർച്ചയുണ്ട്. ആ ഭാഗവും മഖാസിദ് ശരിയയുടേതാണ്. അതുപോലെ മബാഹിസുൽ ഇസ്തിഹ്സാൻ, മബാഹിസുൽ മസാലിഹുൽ മുർസല, മബാഹിസുൽ ഉർഫ്, സദ്ദുൽ ദറായ, ഇങ്ങനെ ഖവായിദുൽ ഫിഖ്ഹിയയിലും ഇതിന്റെ ചില ഭാഗങ്ങൾ കാണാം. ഇനി മഖാസിദു ശരിയ എന്ന് തുടങ്ങി, ആര് തുടങ്ങി എന്നുള്ള ചോദ്യമാണ്. അതിന്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ, അസ്റുർ റിസാല, റിസാലത്തിന്റെ കാലത്ത് തന്നെ മഖാസിദ് ശരിയ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് ഒരുപാട് മഖാസിദുകൾ കാണാം. അല്പം ചില ഉദാഹരണങ്ങൾ പറയാം. അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാരെ അയച്ചതിന്റെ മഖ്സദ് എന്ത്? അതിനെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ ബഖറയിൽ, റുസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. പ്രവാചകന്മാരെ അയക്കുന്നത് ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ. ഇത് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുള്ള ഒരു മഖ്സദാണ്. ഇവിടെ മഖാസിദ് ശരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിഖ്ഹിന്റെ മാത്രം മഖ്സൂദുകൾ അല്ല ഇതിൽ വരുന്നത്. ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ ചില അഹ്കാമുകൾ, അതിന്റെ അസ്റാറുകൾ, ഹിക്മത്തുകൾ, രഹസ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഇസ്തിംബാത്തിലൂടെ അല്ലാതെ, ഇജ്തിഹാദിലൂടെ അല്ലാതെ ഉള്ള ചില ഹുക്കുമകളുണ്ട്. ഇപ്പോൾ 5 വക്ത നിസ്കാരം നിർബന്ധമാണെന്നത് അത് ഫിഖ്ഹ് അല്ല, അത് ലറൂരിയായിട്ട് അറിയപ്പെട്ടതാണ്. അതിനെക്കുറിച്ചും ഈ ഫന്നിൽ ചർച്ചയുണ്ട്. ഇനി അഫ്ആലുൽ മുക്കല്ലഫ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങളല്ലാത്ത സംഗതികൾ, അതിനെക്കുറിച്ചും മഖാസിദ് ശരിയയിൽ ചർച്ചയുണ്ട്. ആ രീതിയിൽ വരുന്നതാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന് ലക്ഷ്യമെന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം കാണാം. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ് വലാകിൻ യുരീദു ലിയുതഹിറകും വയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലകും തശ്കുറൂൻ. സൂറത്തുൽ ബഖറ 282 ആയത്തിൽ പറയുന്ന ഒരു മഖ്സദാണത്. അത് ശുദ്ധിയാകണം, നിങ്ങൾ ളായിത്തിൽ പോയി വന്നാൽ നിങ്ങൾ ശുദ്ധിയാകണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഹിക്മത്ത് വിശദീകരിക്കുകയാണ് അല്ലാഹു തആല. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങളെ കഷ്ടപ്പെടുത്താൻ അല്ലാഹു തആലക്ക് ഉദ്ദേശമില്ല. വലാകിൻ യുരീദു ലിയുതഹിറകും, നിങ്ങളെ ശുദ്ധീകരിക്കാൻ ആണ് ഈ നിയമങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞ ഹുക്കുമിന്റെ ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ് ലിയുതഹിറകും വലിയുതിമ്മ നിഅമതഹു എന്നുള്ളതാണ്. മറ്റൊരായത്തിൽ കാണാം, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങളെ നാം ഉമ്മത്ത് വസത്ത് ആക്കി, മധ്യമ സമൂഹമാക്കി. ആ ആക്കി എന്ന് പറയുന്നതിന്റെ അസ്റാർ, അതിന്റെ ഹിക്മത്താണ് അല്ലാഹു തആല ശേഷം വിശദീകരിക്കുന്നത്. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ശുഹദാ ആകാൻ വേണ്ടിയാണ് മറ്റുള്ള സമൂഹങ്ങൾക്ക് മേൽ. ഇനി മറ്റൊരു ഉദാഹരണം കാണാം. അല്ലാഹു തആല കടം കൊടുക്കുമ്പോൾ രണ്ട് പുരുഷൻ നിൽക്കണം, സാക്ഷി നിൽക്കണം. 2 പുരുഷൻ ഇല്ലെങ്കിൽ 1 പുരുഷനും 2 സ്ത്രീയും എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഹസ്റിന്റെ, സൂറത്തുൽ ബഖറയുടെ 282 ആയത്തിൽ. 2 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞു. പുരുഷനാകുമ്പോൾ 2 ആൾ മതി, സ്ത്രീ ആകുമ്പോൾ ടോട്ടൽ 3 ആൾ വേണം. അതായത് 1 പുരുഷനും 2 സ്ത്രീകളും. എന്തുകൊണ്ട് 2 സ്ത്രീയായി? നമുക്ക് അനുസരിക്കാൻ, അല്ലാഹു തആല പറഞ്ഞത് സ്വീകരിക്കാൻ അതങ്ങ് മതി. 2 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും. പക്ഷെ അതിന്റെ അസ്റാർ കൂടെ അല്ലാഹു തആല പറയുകയാണ്, വംറഅതാനി മിമ്മൻ തർലൗന മിനശ് ശുഹദാ അൻ തളില്ല യഹദാഹുമാ ഫതുദക്കിറ യഹദാഹുമൽ ഉഖ്റ. ഈ സ്ത്രീകളിൽ നിന്ന് ഒരാൾ മറന്നാൽ മറ്റൊരു സ്ത്രീ, അടുത്ത സ്ത്രീ, ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ 2 സ്ത്രീകൾ വേണമെന്ന് പറയുന്നത്. ഇങ്ങനെ ഖുർആനിൽ തന്നെ ഒരുപാട് ആയത്തുകൾ മഖ്സദുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ കൂടുതൽ അതിൽ കാണാൻ കഴിയും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമുണ്ട് ഒരുപാട് മഖ്സദുകൾ വിശദീകരിച്ചത്, ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ്സ് വിശദീകരിച്ചത്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമായി അവരോട് സമ്മതം ചോദിക്കണം എന്ന് പറയുന്ന ഒരു വിധിയുണ്ട്. അതിനെക്കുറിച്ച് റസൂൽ തന്നെ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ അജ്ലിൽ ബസർ.
കാഴ്ചയുടെ കാരണമായിട്ടാണ്, അതായത് ആവശ്യമില്ലാത്തയിടത്തേക്ക് നമ്മുടെ കാഴ്ച പതിഞ്ഞു പോകും എന്നതിനാലാണ് ഇങ്ങനൊരു ഇസ്തിഗ്ദാൻ, സമ്മതം നിങ്ങൾ ചോദിക്കണം എന്ന് പറയുന്ന ഹുക്കം വെച്ചത്. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ ഗാർഹികമായ ചുറ്റുപാടിലായിരിക്കും. അവർ ഒരു പക്ഷെ നല്ല ഹിജാബിലോ അല്ലെങ്കിൽ മറഞ്ഞിട്ടൊന്നുമല്ല ഉണ്ടാകുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഇസ്തിഗ്ദാൻ വെച്ചതോടുകൂടെ ഇന്നമാ ജുഇലൽ ഇസ്തിഗ്ദാനു മിൻ അജ്ലിൽ ബസർ, നിങ്ങളുടെ കണ്ണുകൾ ആവശ്യമില്ലാത്തിടത്ത് പതിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്തിഗ്ദാൻ ശറഅ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഒബ്ജക്റ്റീവ് പറഞ്ഞു കൊടുത്തു. മറ്റൊന്ന് കാണാം, നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഫഇന്നഹു ലഹു വിജാ, നോമ്പ് അവനെ പല വൃത്തികേടുകളിൽ നിന്നും സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹൂറിന്റെ മുന്നേ 4 റക്അത്തുകൾ നിസ്കരിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹാ സഅത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാ ഫഅഹബബതു അൻ യർതഫിഅ ഫീഹാ അമലുൻ സാലിഹ്, ആകാശത്തിന്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല അമലുകൾ ആകാശത്തേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് കയറിപ്പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. മറ്റൊന്ന് കാണാം, ഇൽത്തിജാ ഉണ്ടായാൽ നോമ്പ് വുളൂ മുറിയും, ചെരിഞ്ഞു കടന്നാൽ. അതിനെക്കുറിച്ച് പറയുന്നത് കാണാം, ഇൽത്തിജാ ഇസ്തർഹത്ത് മഫാസിലുഹു, ഒരാള് ചെരിഞ്ഞു കടന്നാൽ അവന്റെ മഫ്സലുകൾ, ജോയിൻസ് എല്ലാം, അവന്റെ ശരീരഭാഗങ്ങളെല്ലാം ലൂസാവുകയും അങ്ങനെ അതുമൂലം അവന്റെ വുളൂ മുറിയുകയും ചെയ്യുമെന്ന് പറയുന്നു. ഇതും വുളൂ മുറിയും ചെരിഞ്ഞു കിടന്നാൽ എന്ന് പറഞ്ഞതിന്റെ ഒരു അസ്റാർ വിശദീകരിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും സ്വഹാബത്ത് തന്നെ അതിനെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ടായിരുന്നു. എന്തിനാണ് റസൂലുള്ളാഹി ഇങ്ങനെ ഒരു ഹുക്ം വെച്ചത്, എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ്, റസൂലുള്ളാഹി ഒരിക്കലും വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഖാത്തിലും മഖ്തൂലും നരകത്തിലാണ്. അത് സത്യമാണ്, സ്വഹാബത്തിന് അത് വിശ്വാസവുമാണ്. സാദിഖുൽ മസ്തൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാത്തിലും മഖ്തൂലും നരകത്തിലാണ്. അപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഫമാ ബാലുൽ മഖ്തൂൽ, ഖാത്തിൽ സ്വർഗത്തിലാണ്, നരകത്തിലാണ്, കൊല ചെയ്ത ആള് നരകത്തിലാണ് എന്നതിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാകും. കാരണം അയാൾ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്, അവിടെ ആ ക്രൈമിന്റെ പരിണിതിയായിട്ടാണ് അവന് ഈ ശിക്ഷ കിട്ടുന്നത്. അത് ജസ്റ്റിഫയബിൾ ആണ്, അത് ന്യായീകരിക്കപ്പെടേണ്ടതാണ്, ശരിയാണ്. പക്ഷെ മഖ്തൂൽ എന്തിന് നരകത്തിൽ പോകുന്നു? നിങ്ങൾ ഒരാൾ ആക്രമിച്ചാൽ നിങ്ങൾക്ക് എന്തിനു ശിക്ഷ ലഭിക്കുന്നു എന്നതുപോലെ സ്വഹാബത്തിന് സംശയമുണ്ടായി. മഖ്തൂൽ എന്തിന് നരകത്തിൽ പോകുന്നു? അപ്പൊ അവർ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, ഇവൻ ഈ മഖ്തൂൽ ഇവനും ഉദ്ദേശമുണ്ടായിരുന്നു ഖാത്തിലിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം. അതായത് ഇത് ഇസ്ലാമിക നിയമത്തിൽ മാത്രമല്ല, എപ്പോഴും തെറ്റ് ആകാൻ നമ്മുടെ പ്രവർത്തനം വേണമെന്നില്ല. ഇപ്പൊ ഗൂഢാലോചനയിൽ നമ്മുടെ ആക്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ മെന്റൽ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് തെറ്റായിട്ട് പരിഗണിക്കും. ഇന്ത്യൻ നിയമപ്രകാരം ഒരു കാര്യം തെറ്റാകണമെങ്കിൽ, പൊതുവെ നിയമപ്രകാരമുള്ളതാണ്, ഒരു കാര്യം തെറ്റാകണമെങ്കിൽ 2 എലമെന്റുകൾ വേണം, 2 റുക്കൻ എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം. ഒന്ന് മെന്റൽ ഫാക്ടർ, മറ്റൊന്ന് ഫിസിക്കൽ ഫാക്ടർ. അതായത് ഒരു ആക്ട് ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കണം. മറ്റൊന്ന് നമുക്കത് ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഈ ഉദ്ദേശമില്ല എന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും തെറ്റല്ലാതായി മാറുന്നത്. ഇപ്പൊ മുക്കല്ലഫ് ചെയ്ത കാര്യങ്ങൾ, മുക്കല്ലഫല്ലാത്ത ആൾ ചെയ്ത കാര്യങ്ങൾ അത് തെറ്റല്ല. മുക്കല്ലഫല്ലാത്ത ഒരു കുട്ടി ഒരാളെ പോയി കൊന്നാൽ അത് തെറ്റല്ല, കാരണം അവന് മെന്റൽ ഫാക്ടർ ഇല്ല, മാനസികമായി ഉദ്ദേശിക്കാനുള്ള ഒരു പരുവത്തിലേക്ക്, പ്രാപ്തിയിലേക്ക് അവൻ എത്തിയിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ റസൂലുള്ളാഹി പറയുന്നത്, ഇവന്റെ അടുത്തുനിന്ന് ആക്ട് ഉണ്ടായിട്ടില്ലെങ്കിലും മെന്റൽ ഫാക്ടർ ഉണ്ട്. ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, തന്റെ സുഹൃത്തിനെ കൊല്ലണമെന്നുള്ള മെന്റൽ ഫാക്ടർ ഇവനുണ്ടായിരുന്നു. അപ്പൊ ഇവന് ക്രൈം ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷ ലഭിക്കാനുള്ള കാരണം അവന്റെ മെന്റൽ ഫാക്ടർ കാരണമാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അതിന്റെ ഹിക്മത്ത് പറഞ്ഞു കൊടുത്തു. മറ്റേയും ചില ഉദാഹരണങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് പേപ്പറിൽ കാണാം. ഇനി സ്വഹാബത്തിന്റെ കാലത്തും താബിഈകളുടെ കാലത്തും എല്ലാം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി അവിടുത്തെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിയിൽ പറഞ്ഞത് കാണാം. ഹുജ്ജത്തുല്ലാഹിൽ ബാലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കിതാബിലുള്ള എല്ലാ കാര്യവും നമുക്ക് എടുക്കാൻ പറ്റൂല. കാരണം ഷാലിയാത്തി റഹിമഹുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ദഫ്ഉശ്ശരിൽ അസീർ. അതിൽ ഷാ വലിയുള്ളാഹിയുടെ പേരമകൻ അതിൽ ചില ദസ്സുകളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. മദ്ഹബിനെയൊക്കെ വിമർശിക്കുന്ന ഒരു ഭാഗം അതിലുണ്ട്. അതുപോലെ ശിർക്കുകളെ പരാമർശിക്കുന്നിടത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ചില പരാമർശങ്ങളുണ്ട്. അത് ഷാ വലിയുള്ളാഹിയുടേതല്ല, അവരുടെ കിതാബിൽ അദ്ദേഹത്തിന്റെ തന്നെ പേരമകൻ ദസ് ചെയ്തതാണ്.
പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് മറ്റ് പൊതുവെ ഉള്ള കിതാബുകളിൽ കാണാത്ത ഒരുപാട് നല്ല ഭാഗങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഈ മഖാസിദ് ശരിയെ കുറിച്ച് സഹാബത്തിന്റെ കാലത്തും താബികളുടെ കാലത്തും എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഷാ വലിയുല്ലാഹി ദഹ്ലവി പറയുന്നു. വബയ്യന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സിർറ മശ്റൂഇയ്യത്തി വസ്ലിൽ ജുമുഅ, ജുമുഅക്ക് കുളി സുന്നത്താണല്ലോ, അതെന്തുകൊണ്ടായി എന്നതിന്റെ ഹിക്മത്ത്, അതിന്റെ രഹസ്യം, ആ ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വസയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സബബൻ നഹിയൻ ബൈഇ സിമാരി, ബൈഉ സിമാർ, അത് വിൽക്കരുത് എന്നുള്ള ഒരു ഹുക്കുമുണ്ട്. നിങ്ങൾ മുആമലാത്തിന്റെ ബാബിൽ നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ കാണാം. എന്തുകൊണ്ട് എന്നതിന് അതിന്റെ ഹിക്മത്ത് സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരുപാട് സഹാബത്തിൽ എണ്ണി പറഞ്ഞിട്ട് ഷാ വലിയുള്ള പറയുന്നു, സുമ്മ മൻ ബഅദഹും സുമ്മ ലം യസലി താബിഊന, താബികൾ അങ്ങനെ വിശദീകരിച്ചു. സുമ്മ മൻ ബഅദഹും സുമ്മ മിൻ ബഅദിഹിം അൽ ഉലമാഉൽ മുജ്തഹിദൂന, അവർക്ക് ശേഷം മുജ്തഹിദുകളായ ഉലമാഉം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരും ഇങ്ങനെ അഹ്കാമുകളുടെ ഒബ്ജക്റ്റീവ്സിനെ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരാം. ഇന്ന് ഈ വിഷയത്തിൽ ഒരുപാട് രചനകൾ നടന്നു. നമ്മുടെ മുൻഗാമികളുടെ രചനകളിൽ നിന്നും പലതും വ്യത്യസ്തമായിട്ടാണുള്ളത്. അത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജമ്മുൽ ജവാമിയിലും ലുബുൽ ഉസൂലിലും സർക്കസി ഇമാമിന്റെ ബഹറുൽ മുഹീത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ഉസൂലിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലാണ് അയിമത്ത് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അയിമത്ത് പറഞ്ഞ ഒരു തഖ്സീം, ഒരു വിഭജനം, ഒരു പാർട്ടീഷൻ അല്ല ഇന്ന് കാണുന്ന മുആസിറുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് അയിമത്ത് പറഞ്ഞത് എന്താണെന്ന് കാണാം. അയിമത്ത് വിശദീകരിച്ചത് മസ്ലഹത്തിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടത് അത് ലറൂരി, ഹാജി, തഹ്സീനി, ഇങ്ങനെ 3 കിസ്മുകളായിട്ടാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത്. ലറൂരിയിൽ തന്നെ, ലറൂരി എന്ന് പറഞ്ഞാൽ വഹുവ മാ തസിലുൽ ഹാജതു ഇലൈഹി ഇലാ ഹദ്ദിൽ ലറൂറ, ഇത് പരിഗണിക്കൽ അത്യന്താപേക്ഷിതമാണ് എന്ന രീതിയിലുള്ള ചില മസ്ലഹത്തുകൾ ആണ്. അതിൽ 1 ഹിഫ്ളുദ്ദീൻ, 2 ഹിഫ്ളുൻ നഫ്സ്, 3 ഹിഫ്ളുൽ അഖൽ, 4 ഹിഫ്ളുൽ മാൽ, ഇങ്ങനെ 5 ചില അയിമത്ത് 6 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹാജി, തഹ്സീനി, ഇങ്ങനെ 3 എണ്ണമാണ് അയിമത്ത് പറഞ്ഞത്. പക്ഷേ ഇന്നുള്ള മഖാസിദ് പഠനങ്ങൾ ഇതിലൊന്നും കാണുന്ന തഖ്സീം ഇതല്ല. അപ്പോൾ ഇതിനോട് നമ്മൾ എന്ത് സ്വീകരിക്കണം, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അതിനെ അംഗീകരിക്കണമോ അതോ അതിനെ മാറ്റി നിർത്തണമോ? അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ അയിമത്ത് വിശദീകരിച്ചിട്ടുള്ളത്, മസ്ലഹത്തുകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് മിൻ ഹൈസു മറാത്തിബുഹു, അതായത് അതിന്റെ ഗ്രേഡ്, ഇന്റൻസിറ്റി നോക്കിയിട്ടാ. ലറൂരിയാണോ, ഹാജിയാണോ, തഹ്സീനിയാണോ, ഇനവിറ്റബിൾ ആണോ, ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണോ, അതായത് അല്ലെങ്കിൽ ഉണ്ടായാൽ പ്രശ്നമില്ല, മറ്റൊന്ന് ഉണ്ടാകണം എന്നാൽ ഉണ്ടാകാതിരിക്കുന്നത് അത്ര നല്ലതല്ല, ഇങ്ങനെ രീതിയിലാണോ, അതിന്റെ മർത്തബകൾ, മസ്ലഹത്തിന്റെ ഗ്രേഡ് പരിഗണിച്ചിട്ടാണ് നമ്മുടെ അയിമത്ത് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അത് അവരുടെ ഒരു ഇസ്തിലാഹാണ്. ഇന്നത്തെ ആളുകൾ ഇതിനെ വിശദീകരിക്കുന്നത് 3 രൂപത്തിലാണ്. അവരുടെ പാർട്ടീഷൻ ഇങ്ങനെ വരുന്നു: മഖാസിദുൽ ആമ്മ 2, മഖാസിദ് ഖാസ, മഖാസിദ് ജുസ്ഇയ്യ. മറ്റുള്ളത് അവരൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കണോ? ഇതിന് നമുക്ക് സ്വീകാര്യമാണ്. കാരണം അയിമ്മത്ത് പറഞ്ഞ കാര്യങ്ങളെ ഒന്നും എതിർക്കാതെ, അതിനെ തള്ളാതെ, ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാതെ, ഉള്ളതിനെ തന്നെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇസ്തിലാഹ് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം ലികുല്ലിൻ അൻ യസ്തലിഅ അലാ മാ യശാ, ഓരോരുത്തർക്കും അവരുടേതായ ഇസ്തിലാഹുകൾ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. അത് ലാ മുശാഹത ബിൽ ഇസ്തിലാഹ് എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. നമ്മൾ അതിനെ വിമർശിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പറഞ്ഞു വെച്ചതിന് അത് സമ്പൂർണ്ണമല്ലെന്നോ, അതിന് ചില നക്സുകൾ ഉണ്ടെന്നോ, അതിനെ പാടെ തള്ളുകയോ, അല്ലെങ്കിൽ ഇസ്ലാമിന് വിരുദ്ധമായ, ശരീഅത്തിന് വിരുദ്ധമായ ചില ഒബ്ജക്റ്റീവ്സ്, ഞങ്ങൾ പറയുന്നതെല്ലാം ശരീഅത്തിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പാർട്ടീഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 മഖാസിദുൽ ആമ്മ. മഖാസിദുൽ ആമ്മ എന്ന് പറഞ്ഞാൽ ഇവരുടെ, നമ്മൾ നേരത്തെ പറഞ്ഞു അയിമ്മത്തിന്റെ തഖ്സീം, അവരുടെ പാർട്ടീഷൻ വരുന്നത് ഇതിന്റെ ഇന്റൻസിറ്റി പരിഗണിച്ചിട്ടാണ്. ലറൂരി, ഹാജി, തഹ്സീനി. ഇന്നത്തെ ആളുകൾ ഇതിനെ മിൻ ഹൈസു ഷുമൂൽ, ഇത് എല്ലാ ബാബിലും ഉണ്ടോ, ചില ബാബിലാണോ, ചില മസ്അലകളിലാണോ, ഇതിന്റെ കോംപ്രഹെൻസിറ്റി എത്രത്തോളം കോംപ്രഹെൻസീവ് ആണ് എന്നതിനെ പരിഗണിച്ചിട്ടാണ് ഇന്നത്തെ മുആസിറുകൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അൽ മഖാസിദുൽ ആമ്മ. അതിന്റെ താരീഫ് കാണാം: വഹിയൽ മഖാസിദു വൽ മആനി അല്ലത്തി ലോഹിലത് ഫി ജമീ അഹ്വാലി തശ്രീഅ്, അതായത് എല്ലാ ബാബുകളിലും ഉള്ള ഫിഖ്ഹിന്റെ ഏത് ബാബ് എടുത്താലും, മുആമലാത്തുള്ള ബാബാകട്ടെ, ജിനായാത്തിലുള്ള ബാബാകട്ടെ, അതുപോലെ ഇബാദാത്ത്, ഇങ്ങനെ ഏത് ബാബ് എടുത്താലും ഇതിലെല്ലാം പരിഗണിച്ചിട്ടുള്ള ചില മസ്ലഹത്തുകൾ. ഈ മസ്ലഹത്തുകളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് മഖാസിദ് ആമ്മ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് തൈസീർ.
തൈസീർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സിംപ്ലിസിറ്റി, എല്ലാ വിഷയങ്ങളിലും യുസ്ർ നൽകുക എന്നുള്ളത്. അത് ഫിഖ്ഹിന്റെ, ഇസ്ലാമിന്റെ എല്ലാ ബാബിലുമുള്ള ഒരു മഖ്സിദാണ്, ഒരു ഒബ്ജക്റ്റീവാണ്. രണ്ടാമത്തേതായിട്ട് അതിന്റെ ഒരു ഉദാഹരണം കാണാം. മഖാസിദ് ആമയുടെ ഒരു ഉദാഹരണം, തഹ്ഖീഖ് ഉബൂദിയ്യത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു മാത്രമാണ് ഏകൻ എന്നുള്ള ഇത്. അത് ഖുർആനിൽ തന്നെ അതിന്റെ ഉദാഹരണമുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുപോലെ മറ്റൊരു ആയത്താണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. ഇത് ഏത് ബാബ് എടുത്ത് നോക്കിയാലും ഇതിൽ ഈ മഖ്സിദ് ഉണ്ടാകും. ഒരുപക്ഷെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയില്ല, അത് ഷാവലിയിൽ തന്നെ പറയുന്നുണ്ട്. ഈ വിഷയം എല്ലാവർക്കും ഇടപെടാൻ പറ്റിയ ഒരു മേഖലയല്ല എന്ന്. അതുപോലെ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിലും പറയുന്നുണ്ട്. രണ്ടാമത്തേത് മഖാസിദ് ഖാസ. മഖാസിദ് ഖാസ എന്ന് പറഞ്ഞാൽ അൽ മആനില്ലത്തി ലോഹിലത്ത് ഫി ബാബി മുഅയ്യനിൻ, ചില ബാബുകളിൽ മാത്രം, നിശ്ചിത ബാബുകളിൽ മാത്രം പരിഗണിച്ചിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഒബ്ജക്റ്റീവ്സ്, അതിനാണ് മഖാസിദ് ഖാസ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ബാബുൽ മുആമലാത്തിൽ പരിഗണിച്ചിട്ടുള്ള ഒരു മഖ്സിദാണ് ലാ ലററ വലാ ളിറാർ. അതായത് മനഉൽ ലറരി ഫി ബാബിൽ മുആമല അൽ മാലിയ. കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടികളാണ് ഉണ്ടാകുക, ഈ രണ്ട് പാർട്ടികൾക്കും ലറർ ഉണ്ടാകരുത് എന്നുള്ള ഒരു മഖ്സിദ്. ഇത് ഫിഖ്ഹിന്റെ മുആമലാത്തിന്റെ ഏത് മസലകളിലും എടുത്ത് നോക്കിയാൽ കാണാം, ആ ബാബിൽ മുഴുവനായിട്ട് കാണാൻ കഴിയുന്ന ഒരു മഖ്സിദാണ്. മൂന്നാമത്തെ ഖിസ്മാണ് മഖാസിദ് ജുസ്ഇയ്യ. മഖാസിദ് ജുസ്ഇയ്യ എന്ന് പറഞ്ഞാൽ ഒരു ഹുക്മുകൾ മാത്രം അല്ലാഹു തആല പരിഗണിച്ചിട്ടുള്ളത്. ഇപ്പോ നിക്കാഹ് ജായിസാക്കി അല്ലെങ്കിൽ സുന്നത്താക്കി, ഇതിന്റെ ഹിക്മത്ത്, ഒബ്ജക്റ്റീവ്, ഇത് ഒരു മസല മാത്രമാണ്, ഒരു ഹുക്മ മാത്രമാണ്. ഈ ഓരോ ഹുക്മിന്റെ മാത്രം ചർച്ച ചെയ്യുമ്പോൾ അതിന് മഖാസിദ് ജുസ്ഇയ്യ എന്ന് പറയുന്നു. ഇപ്പോ നിക്കാഹിനെ കുറിച്ച് പറയുന്നത് കാണാം, തഹ്സീനു സൗജൈനി മിൻ ഫാഹിശത്തി സിന, സിനയിൽ നിന്ന് സംരക്ഷിക്കുക. അതുപോലെ നസ്ല്, സന്താന പരമ്പര ഉണ്ടാവുക, ഇതാണ് നിക്കാഹിന്റെ. ഇതിപ്പോ ഒരു ഹുക്മിന്റെതാണ്. ഇങ്ങനെ മഖാസിദ് ജുസ്ഇയ്യ എന്ന് പറയും. അപ്പൊ നമ്മുടെ അയിമത്ത് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ഇത് വിഭിന്നമാണെങ്കിലും നമ്മൾ ഇതിനെ എതിർക്കേണ്ടതില്ല. കാരണം അവർ പറഞ്ഞിട്ടുള്ളത് മിൻ ഹൈസു മറാത്തിബുഹു, അതിന്റെ മർത്തബകൾക്കനുസരിച്ചാണ്. ഇന്നുള്ളവർ പറയുന്നത് മിൻ ഹൈസു ശുമൂലിയത്തുഹു, ഇത് എല്ലാ ബാബിലും ഉണ്ടോ, ചില ബാബുകളിൽ മാത്രമാണോ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിൽ കിതാബ് എഴുതിയ ചില അയിമത്തുകളുണ്ട്. അത് നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകും. ചില എഴുത്തുകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, മഖാസിദു ശരിയ അനുസരിച്ച് ഫത്വ നൽകണം, അതനുസരിച്ച് ഫിഖ്ഹിനെ തന്നെ തജ്ദീദ് ചെയ്യണം. ഫിഖ്ഹിനെ മാത്രമല്ല ഉസൂലുൽ ഫിഖ്ഹിനെ പോലും തജ്ദീദ് ചെയ്യണം എന്നുള്ള വാദക്കാരുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ നിലപാടുണ്ട്. നിങ്ങൾക്ക് ഇബ്നു ഹജർ തങ്ങളുടെ ഫതാവൽ കുബ്രയുടെ 3-ാം ഭാഗം എടുത്ത് നോക്കിയാൽ അതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ ഒരു കിതാബ് കാണാം. ഫതാവയിൽ ഒരു കിതാബുണ്ട്, ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഒരു ചില ഭാഗം ഈ വിഷയത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരു മുഫ്തി ഫത്വ കൊടുത്തു മഖാസിദ് പരിഗണിച്ചുകൊണ്ട്. അതിനെക്കുറിച്ച് ഇവരുടെ വാദം ഇതാണ്, ഇന്നത്തെ ആളുകളുടെ വാദം, ചില ആളുകളുടെ മഖ്സിദുകളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഫത്വ നൽകേണ്ടത് എന്ന്. അങ്ങനെ പറയുന്ന ഒരാളുടെ ഇബാറത്ത് ഞാൻ വായിക്കാം. ജാസിർ റൗദ എന്ന് പറഞ്ഞുള്ള ഒരാളുണ്ട്. അയാൾ ഈ വിഷയത്തിൽ ഇംഗ്ലീഷിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് മഖാസിദ് അശ്ശരിയ, ഫിലോസഫി ഓഫ് ഇസ്ലാമിക് ലോ ആ സിസ്റ്റംസ് അപ്രോച്ച് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആകത്തുക എന്താണെന്ന്. ദ തിയററ്റിക്കൽ ഔട്ട്കം ഓഫ് ദിസ് ബുക്ക്, എന്റെ പുസ്തകത്തിന്റെ ആകത്തുക എന്ന് നമുക്ക് പറയാം, is that the validity of any method of ijtihad is determined based on its degree of realization of maqasid ash-sharia. അതായത് ഏത് ഹുക്കുമാണെങ്കിലും അതിനെ അളക്കാനുള്ള മാനദണ്ഡം മഖാസിദ് ശരിയത്തോട് എത്രത്തോളം യോജിച്ചു പോകുന്നു എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതേ മാത്രമല്ല, അഹമ്മദ് റൈസൂനി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മഖ്സിദുകളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന്. എങ്കിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഒരാൾ മഖ്സിദിനെ കുറിച്ച് മഖാസിദ് പരിഗണിച്ച് നഖറിന് വിരുദ്ധമായ ഫത്വ നൽകിയതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടാണ് പറയുന്നത്. മുജ്തഹിദ് അല്ലാത്ത ആള് ലാ യജൂസു ലഹു നളറു ഫിൽ മസാലിഹ് വലാ ഫിൽ മഫാസിദ്, മുജ്തഹിദ് അല്ലാത്ത ആളുകൾക്ക് ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മസാലിഹ് മഫാസിദ് അനുസരിച്ച് ഫത്വ കൊടുക്കാൻ പാടില്ല. ശേഷം പറയുന്നു, ഈ മുഫ്തി ഫത്വ കൊടുത്തതിനെ കുറിച്ച് പറയുന്നു, വഹാദാ തജാസുറും മിൻഹു ഖബീഹുൻ ജിദ്ദൻ ലിഅന്ന, കാരണം നമ്മൾ എന്ന് പറഞ്ഞ മുജ്തഹിദ് അല്ലാത്ത മുഖല്ലിദുകൾ ഇദാ റഅയ്നാ കലാമൽ അസ്ഹാബി ഔ ബഅദിഹിം, ചില അസ്ഹാബിന്റെയോ അല്ലെങ്കിൽ മൊത്തം അസ്ഹാബിന്റെയോ കൗൽ നമ്മൾ കണ്ടു, വലം യുആരിലുഹു മിൻ കലാമി ഗൈരിഹി, മറ്റൊരാളുടെ ഇതിന് എതിരുമല്ല നമ്മളെ അസ്ഹാബിന്
നമ്മൾ കണ്ട ഒരു നക്കലുണ്ടല്ലോ, അതിനോട് മറ്റ് അസ്ഹാബ് എതിരായിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ശേഷം പിന്നെ നമ്മൾ കണ്ടു അൽ മസ്ലഹത്ത, മസ്ലഹത്തിനെ കണ്ടു. ഇഖ്തലത്ത്, ആ മസ്ലഹത്ത് തേടുന്നത് അൽ ഇഫ്താ ബി ഖിലാഫിഹി, അസ്ഹാബ് പറഞ്ഞതിനെതിരെ ഫത്വ കൊടുക്കാനാണ് മസ്ലഹത്ത് തേടുന്നത്, അല്ലെങ്കിൽ മഫ്സദത്ത് തേടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ മഫ്സദത്തോ മസ്ലഹത്തോ പരിഗണിക്കാൻ പാടില്ല, അസ്ഹാബ് പറഞ്ഞതെന്തോ അതിന്റെ കൂടെ നിൽക്കണം എന്നാണ് അവർ പറയുന്നത്. കൈഫ യസൂലന ദാലികൽ ഇഫ്താഉ എന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് എന്ത് യോഗ്യതയാണ് ഇതിനുള്ളത്? ഇനി ഇങ്ങനെ കൊടുക്കുന്നവരെ കുറിച്ച് അയിമ്മത്തിന്റെ നക്കലുകൾ ഉണ്ടായിട്ടും അതിനെതിരെ മഖാസിദുകൾ പരിഗണിച്ച് ഫത്വ കൊടുക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നു. ഫഖദ് വഖഅ ഫീ വറതത്തി തഖവ്വുലി ഫിദ്ദീൻ, ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്ന ഒരു ശൈലിയാണ്, ഒരു മനഹജാണ് ഈ വ്യക്തി ഇങ്ങനെ മഖാസിദുകൾ പരിഗണിച്ച് ഫത്വ കൊടുക്കുന്നത് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കാണാം. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ ചോദിക്കാം. എന്നുള്ള വിവാദത്തിൽ അതിന്റെ അടിസ്ഥാനമായി നോക്കുമ്പോൾ ഈ മഖാസുകൾ ഖാസായിട്ടും ആമായിട്ടുള്ള മഖാസുകളെ പരിഗണിക്കുന്നത് നഖലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായോ അതോ ഉർഫിയായിട്ട് തന്നെ മഖ്സൂദുകളെ പരിഗണിക്കാമോ എന്നുള്ളതാണ്. അതായത് പുതുതായിട്ട് നമുക്കൊരു മഖ്സൂദായിട്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു മസ്അലക്കുള്ള മഖ്സൂദായിട്ട് അത് പറയാൻ പറ്റുമോ, അതോ അതിന് പ്രത്യേകമായിട്ടുള്ള നഖലുണ്ടെങ്കിൽ മാത്രമേ അതൊരു മഖ്സൂദായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ? നമ്മൾ മഖ്സൂദ് എന്ന് പറയാം, ഈ മഖാസിദ് ശരിയ എന്നതിൽ പറയുന്ന മഖ്സൂദുകൾ എല്ലാം നഖൽ കാണണമെന്നില്ല. ഇമാം ഇസ് ബിൻ അബ്ദുസ്സലാം തങ്ങൾ അവിടുത്തെ ഖവായിദുൽ അഹ്കാം എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, അതിൽ പറയുന്നത് കാണാം, ഒരാൾ അവന്റെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ ചില മഖ്സൂദുകൾ ബോധ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല അല്ലാഹു തആല ഇത് തന്നെയാണ്, ഈ ഒരു ഹുക്കം വെച്ചതിലൂടെ ഈ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് അല്ലാഹുവിന് ഉള്ളത് എന്ന് പറയാൻ പറ്റൂല. പിന്നെ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇല്ലത്തും നമ്മൾ പറയുന്ന മഖ്സൂദും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ലത്തുകളല്ല മഖാസിദ് ശരിയയിൽ പരിഗണിക്കുന്നത്. തഅബ്ബുദിയായ കാര്യങ്ങൾ, അതായത് ഗൈറു മഅഖൂലിയായ കാര്യങ്ങൾ, നമുക്ക് ഇല്ലത്ത് അറിയപ്പെടാത്ത കാര്യങ്ങൾ, അതുപോലും മഖാസിദ് ശരിയയിൽ വരുന്നുണ്ട്. തഅബ്ബുദിയായ കാര്യത്തിന് പോലും നമുക്ക് ഹിക്മത്ത് പറയാൻ പറ്റും. അതിന്റെ ഇബാറത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുഹ്ഫ 1-ാം ഭാഗം നവാഖിദുൽ വുളൂവിനെ കുറിച്ച് പറയുന്നിടത്ത് അവർ പറയുന്നുണ്ട് നവാഖിദുൽ വുളൂ 4 എന്തുകൊണ്ട് 4-ൽ ഒതുങ്ങി? അത് തഅബ്ബുദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിന് ഹിക്മത്ത് കണ്ടെത്താൻ പറ്റും എന്നുള്ള രീതിയിൽ അവിടെ ശർവാനി കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ രീതിയിലുള്ള ഹിക്മത്തുകൾ നമുക്ക് പറയാം. ഹിക്മത്തുകൾ പറയുന്നതിന് നക്കൽ കണ്ടോളണം എന്നില്ല. പക്ഷേ ഇത് തന്നെ ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അതുപോലെ ഈ ഹിക്മത്തുകൾ ശരീഅത്തിന് വിരുദ്ധമാണെങ്കിൽ ഇപ്പോൾ പലരും അങ്ങനെ വരുന്നുണ്ട്, ഹുർരിയ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഫ്രീഡം, അതിനൊരു മഖ്സൂദായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റുമല്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാത്തിനും നക്കൽ കണ്ടോളണം എന്നില്ല, കാരണം ഇല്ലത്തുകളല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ഉസ്താദുമാരൊക്കെ സബക്കിൽ പറയും ഇത് ഇന്നതിനാണ്, ഇതിന്റെ രഹസ്യം ഇന്നതാണ്, അത്രേ മഖാസിദ് ശരിയ കൊണ്ട് ഉദ്ദേശമുള്ളൂ. ശരിക്കും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇല്ലത്ത് കണ്ടില്ലെങ്കിലും നമ്മൾ താഴ്പതിയായിട്ട് നമുക്ക് വിശ്വസിക്കാമല്ലോ. സ്ഥാനപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു ഫണ്ടിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഈ ചോദ്യം ശരിക്കും ഒരു ഇൻട്രൊഡക്ഷനാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ നമ്മൾ ഒഴിവാക്കിയതാണ്, നമ്മളെ സമയപരിമിതിയൊക്കെ കാരണമായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടും പിന്നെ അവതാരകനോട് ഒരു എക്സ്ക്യൂസ് ചോദിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നേരത്തെ പറയേണ്ടതിലേക്ക് ഇപ്പോൾ തന്നെ കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. സഹോദരങ്ങളെ, ഈ മഖാസിദ് ശരിയ എന്ന പദം എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നുകൂടി സ്പെസിഫിക് ആവും. അപ്പോൾ നമ്മുടെ അവതാരകൻ ഒന്നുകൂടി നേരിടാനും ഒരു പ്രശ്നം ഉണ്ടാവും, അല്ല ഒരു സുഖം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ മഖാസിദ് എന്ന് പറയുന്നത് കൊണ്ട് പലരും പല രൂപത്തിലാണ് ആലോചിക്കുന്നത്. നമ്മുടെ ആരുടെയും കുറ്റമല്ല, കാരണം അത് കേരളത്തിൽ വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് സംഭവിക്കുന്ന അപ്പോൾ മഖ്സൂദ് എന്നതിൻ്റെ ജമാണല്ലോ മഖാസിദ് എന്ന് ഉദ്ദേശിക്കുന്നത്. ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരീഅത്ത് ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് മഖ്സൂദായത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതുള്ള വേണ്ടിയുള്ളൊരു അന്വേഷണമാണിത്. ഒന്നാമതായി ഇതിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഈ ഒരു പദപ്രയോഗം പിന്നീട് പിൽക്കാലത്തുണ്ടായി വന്നു. നേരത്തെ അവതാരകൻ പറഞ്ഞു ഇത് നേരത്തെയുള്ള പരാമർശമാണ്, എന്നാൽ ഇപ്പോഴാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എന്തുകൊണ്ട് ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടി വന്നു തുടങ്ങിയ ചർച്ചകൾ നമ്മൾ ആദ്യം കിടക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ആവശ്യമായി വന്നു, അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ നേരത്തെ ഇവിടെ പരാമർശിച്ച
ഇമാം ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങളുടെ അൽ ഖവായിദുൽ കുബ്ര എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും ഏറ്റവും ചുരുങ്ങിയത് ഉസൂലുൽ ഫിഖ്ഹിലെ ജംഉൽ ജവാമിയായി കഴിഞ്ഞ ആളുകൾ മുഴുവനും ഒരു തവണയെങ്കിലും നോക്കിയിരിക്കേണ്ട മഹാനവറുകളുടെ വളരെ ബൃഹത്തായ 2 വാള്യമുള്ള മഹത്തായ ഒരു കൃതിയാണ് മഹാനവറുകളുടെ അൽ ഖവായിദുൽ കുബ്ര. ഈ അൽ ഖവായിദുൽ കുബ്ര അടക്കം ഉപയോഗിച്ച് ഒരർത്ഥത്തിൽ അതിനെ ഉപജീവിച്ചാണ് മഖാസിദ് ശരിയ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ പോകാം. എന്തുകൊണ്ട് മഖാസിദ് ശരിയ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇബ്നു അബ്ദുസ്സലാം തങ്ങളെ പോലുള്ളവർ ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പരാമർശിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലായി പരാമർശിച്ചൊരു വാക്ക് തന്നെയാണ് മഖാസിദ്, മഖ്സൂദ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് അവിടെ ഐക്കോണിക് ആയിട്ട് അതൊരു ഇസ്തിലാഹായിട്ട് അവർ പരാമർശിച്ചിട്ടില്ല. അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഒരു പദം ഐക്കണായി വരുന്നത് എപ്പോഴാണ്? അതും നമ്മൾ ഉദാഹരണം പറയണം, ഒരു ഡീപ്പായ വിഷയതുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കൊണ്ടുവന്ന് അതിന് ശേഷമാണ് സലാത്ത് എന്ന പദം നിസ്കാരത്തിന് വേണ്ടി ഒരു ഐക്കണാകുന്നത്, അഥവാ നമ്മുടെ ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞ ഇസ്തിലാഹായി മാറുന്നത്. നേരത്തെ ഈ പദത്തെ ഇമാമിയങ്ങൾ പലയിടത്തും ഉപയോഗിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞ ഇസ്തിലാഹായിട്ടേ അല്ല. ഇസ്തിലാഹായിട്ട് അവർ മഖ്സൂദ് എന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്കറിയാൻ പറ്റും. കാരണം ഷാഫി ഫിഖ്ഹിന്റെ ഇസ്തിലാഹുകളും അതിൻ്റെ ഷറഹുകളും ഹാസിയകളും ഒക്കെ കണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നവരും നമ്മുടെ ഉസ്താദുമാരും ഒക്കെ. അവിടെയൊന്നും ഈ മഖ്സൂദ് എന്ന പദത്തെ വിശദീകരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതൊരു ഫിഖ്ഹിന്റെ ഒരു ഇസ്തിലാഹായി കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. 2, മൂന്നാമത്തെ വിഷയം, ഇത് എവിടെ നിന്നാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നതാണ്. ഇവിടെ ചില സംശയങ്ങളും നമുക്കുണ്ട്. ഇത് പ്രധാനമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ വരുന്നത് ടുണീഷ്യയിൽ നിന്നാണ്. അഥവാ നേരത്തെ കിതാബുകളിൽ കണ്ടിട്ടോ വിഷയം പറഞ്ഞത് നിങ്ങൾ കൂട്ടി മനസ്സിലാക്കണം, ഇല്ല എന്നല്ല. പകരം ഇതൊരു ഐക്കണായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ടുണീഷ്യയിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ചർച്ചകൾ വരുന്നത് ഇബ്നു ആഷൂറിൻ്റെ വലിയ ചർച്ചകളിൽ നിന്നാണ്. ആരാണ് ഇബ്നു ആഷൂർ? അത് മനസ്സിലാക്കണം. അദ്ദേഹം മാലിക്കി മദ്ഹബുകാരനായ ഒരു പണ്ഡിതനും ബൃഹത്തായ തഫ്സീർ എഴുതിയ ഒരു വലിയ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രന്ഥത്തിൽ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിലടക്കം വിശദമായ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ വാള്യങ്ങൾ കണ്ടാൽ നമ്മൾ നെട്ടിപ്പോകും. ഏകദേശം 10-30ഓളം വാള്യങ്ങളുള്ള ബൃഹത്തായ ഒരു തഫ്സീറാണ് അദ്ദേഹം. തഫ്സീർ നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന് ഭാഷാപരമായിട്ട് വലിയ കഴിവുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പാരമ്പര്യ രീതികളിൽ സഞ്ചരിച്ചു പോരുന്നിടത്ത് ചില വീഴ്ചകൾ സംഭവിച്ചു. അത് ശരിയാണെന്ന കാര്യം മാലിക്കി മദ്ഹബുകാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തെ നിറഞ്ഞു നിൽക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ആഷൂറിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ തന്നെ പക്ഷേ അതിനൊരു പരിഹാരവും പറയുന്നുണ്ട്. ഈ ഇബ്നു ആഷൂറിൻ്റെ അലൈസ സുബ്ഹു ബി ഖരീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം വീഴ്ചകളെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അത് തിരുത്തിയിട്ട് അലൈസ സുബ്ഹു ബി ഖരീബ് മുതലാണ് ഇബ്നു ആഷൂറിനെ സ്വീകരിക്കേണ്ടതെന്നും മാലിക്കി മദ്ഹബുകാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും നമ്മൾ മഖാസിദ് ശരിയയിലേക്ക് തന്നെ പോകും. ഇപ്പോൾ ഈ മഖ്സൂദ് ശരിയാത്ത് എന്ന് പറയുന്ന കാര്യം ഹൈലൈറ്റ് ചെയ്യുന്നിടത്ത് ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിഷയം തുടങ്ങിയത്. എന്താണ് അവിടുത്തെ സംശയം? നമ്മുടെ ഇല്ലത്തുകളും ഹിക്മത്തുകളും സൈഡാക്കിയിട്ട് പകരം ഈ മഖ്സൂദുകളെ ഉയർത്തി കാണിക്കുന്നിടത്ത് നമ്മുടെ തന്നെ പരമ്പരാഗത ഫിഖ്ഹിനെ തകർത്ത് കളയാനുള്ള ഒരു ശ്രമമാണോ ഇതിലിരിക്കുന്നത് എന്ന് നമ്മൾ കൂടുതലായിട്ടും ആശങ്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇബ്നു ആഷൂറിൻ്റെ നേരത്തെയുള്ള പല ചർച്ചകളും ആ തരത്തിൽ സഞ്ചരിച്ചതാണ്. മാത്രമല്ല ഇതിനെ പിന്നീട് പൊക്കിപ്പിടിച്ച് വന്നത് യൂസുഫ് അൽ ഖർളാവിയാണ്. യൂസുഫ് അൽ ഖർളാവിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഫിഖ്ഹിനെയും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസിനെയും മുഴുവനും കൂട്ടിക്കുഴച്ച് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ഫിഖ്ഹിനെ ലോകത്തേക്ക് സമർപ്പിക്കുക എന്നതായിരുന്നു നേരത്തെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം മഖാസിദ് ശരിയ കൂട്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ശരീഅത്തിന്റെ ലക്ഷ്യം ശരിയായാൽ മതി, മാർഗങ്ങളിൽ എന്തോ കിടക്കട്ടെ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെയും അതുപോലെ തന്നെ പല ഭൗതികവാദികളുടെയും തിയറികളുടെ പിന്നാമ്പുറമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരർത്ഥത്തിൽ മഖാസിദ് ശരിയ വരുന്നത്. മഖാസിദ് ശരിയുടെ എല്ലാ ഭാഗങ്ങളെയും അല്ല വിമർശിക്കുന്നത്. ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, ഈ മഖാസിദ് ശരിയ എങ്ങനെ ഇവർ ഹൈലൈറ്റ് ചെയ്ത് വലിയ വായിൽ വെക്കുകയും പലയിടങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ പാരമ്പര്യ രീതിയിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാർ ഈ വിഷയത്തിലെടുത്ത നിലപാടെന്ത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ലത്തുകളിലേക്ക് നമുക്ക് കടക്കണം. ഉസൂൽ ഫിഖ്ഹ് നിങ്ങൾ ശരിക്കും ഓതേണ്ട കാലമാണ്. എല്ലാവരും പറയും ജമ്മു ഓതിയിട്ട് എന്താ കാര്യം, വർക്കാത്ത് ഓതിയിട്ട് എന്താ കാര്യം, നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഓരോ ഫന്നുകളിലേക്കും ഇപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കൾ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തഅലീലിൻ്റെ ബാബ് നിങ്ങൾ ശരിക്കും ഓതണം. അവിടുത്തെ ഇല്ലത്തുകൾ ശരിക്കും മനസ്സിലാക്കണം. ഇല്ലത്തെന്ന് പറഞ്ഞാലും ഹിക്മത്തും ഇല്ലത്തും അതുപോലെ തന്നെ ഈ പറയുന്ന മഖ്സൂദുകളും തമ്മിൽ എവിടെയാണ് വേർപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും അതാണ് ശരിക്കും തഅബുദിയിൽ വരെ മഖ്സൂദുകൾ നമുക്ക് കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞല്ലോ, അത് ശരിയാണ്. പക്ഷേ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ പറയണം. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് മദ്യം നമുക്ക് ഹറാമാണ്, അത് നിസ്കാരമുണ്ട് എന്നതാണ് അതിൻ്റെ ഇല്ലത്ത്. ആ ഇല്ലത്തുകൾ ഉള്ളത് കൊണ്ട് ആ ഹുക്കം അവിടെ നിലനിൽക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ ഇല്ലത്തുകളും ഒരുപോലെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ജമ്മു ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതിയവരൊന്നുകൂടെ എടുത്തു നോക്കുക. പിന്നെ ചിലയിടത്ത് അപ്പോൾ നമുക്ക് ഫിഖ്ഹിലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹദീസിലോ ഖുർആനിലോ പലയിടത്തും ഹുക്കുമുകൾ പറയുന്നിടത്ത് എല്ലായിടത്തും ഇല്ലത്ത് പറയുന്നത് നമ്മൾ കാണില്ല. ചിലയിടത്ത് ഇല്ലത്ത് പറയും. ആ ഇല്ലത്ത് ഉണ്ടാകുമ്പോഴായിരിക്കും ആ ഹുക്കുമ നിലനിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് ഇല്ലത്തുകൾ ആയിക്കൊള്ളണമെന്നുമില്ല. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഇല്ലത്താണെന്ന്. ഇപ്പോൾ ചിലപ്പോൾ മലിന്നത്തുൽ ഇല്ലത്ത് പറയും. ഇല്ലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ജമ്മു ഖസറാക്കുന്നിടത്ത്, അതുപോലെ തന്നെ നമ്മുടെ റുഖ്സകൾ യാത്രകളിലുള്ള റുഖ്സകൾക്കൊക്കെ പറഞ്ഞു സഫറാണ് അതിന് കാരണം പറയുന്നത്. അവരുടെ കാരണം പറഞ്ഞിടത്ത് പിന്നെ മശക്കത്താണ് കാരണം പറയുന്നത്. മശക്കത്ത് ഇല്ലാതായി എന്നത് കാരണം കൊണ്ട് സഫറിലുള്ള നമ്മുടെ റുഖ്സകൾ ഒഴിവാകുന്നില്ല. അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ മശക്കത്ത് ഇല്ലാത്ത യാത്രയും പറഞ്ഞിരിക്കുന്ന ഷർത്തുകളോടുകൂടെയാണെങ്കിൽ നമുക്ക് ആ റുഖ്സകൾ അവിടെയും ഉപയോഗിക്കാം. പക്ഷേ അവിടെ സഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് മലിന്നത്ത് സഫറാണ്, മലിന്നത്തുൽ മശക്കത്താണ്. നമ്മുടെ ഇല്ലത്ത് ഉണ്ടാവാൻ സാധ്യത ഉള്ള അല്ലെങ്കിൽ ഇല്ലത്ത് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ശാരീ ആ വിഷയത്തെ ഒരു ഇല്ലത്ത് പോലെ അവതരിപ്പിച്ചതിനാൽ ഇല്ലത്തായി അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. അത് മലിന്നത്തുൽ ഇല്ലത്താണ്. അപ്പോൾ അവിടെ സഫർ ഉണ്ടായാൽ തന്നെ നമുക്ക് ഈ റുഖ്സകളൊക്കെ എടുക്കാം. വളരെ വേഗത്തിലാണ് പറയുന്നത്. അതുകൊണ്ട്
ആ ഭാഗം വ്യക്തമായി നമ്മൾ ഒന്നുകൂടെ നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ഇല്ലത്തുകളെ മനസ്സിലാക്കുന്നിടത്താണ് സ്വതന്ത്ര ഫിഖ്ഹുകാർക്ക്, ഈ പറയുന്ന യൂസുഫ് അൽ ഖർളാവി അടക്കമുള്ള ആളുകൾക്ക്, അത് വേറെ പല ആൾക്കാരുണ്ട്, അവരുടെ പേരൊന്നും ഇവിടെ തൽക്കാലം പറയുന്നില്ല, അവർ യഥാർത്ഥത്തിൽ അവരിതിനെ ചാടിക്കടക്കാനാണ് നോക്കുന്നത്. ഇല്ലത്തുകൾ പറഞ്ഞിട്ട് ഫിഖ്ഹുകൾ ഇല്ലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് അവർ എന്നും നമ്മുടെ പരമ്പരാഗത ഫിഖ്ഹുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശം. അപ്പോൾ ഇല്ലത്തുകളിൽ നിന്ന് പരമ്പര ഫിഖ്ഹുകളെ മോചിപ്പിച്ച് പകരം മഖാസിദ് ശരിയ എന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് യൂസുഫ് അൽ ഖർളാവിയെ പോലുള്ള ആളുകൾ പറയുന്നത് ഇത് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇമാം ഷാത്തിബി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സമയം വളരെ ദീർഘിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മഖാസിദ് ശരിയ എന്നൊരു പുതിയ വിഷയമായതുകൊണ്ട് നമുക്ക് ആയിക്കോട്ടെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഈ പാരമ്പര്യ പണ്ഡിതന്മാർ തന്നെ മഖാസിദ് ശരിയ എങ്ങനെ കൈകാര്യം ചെയ്യുന്നിടത്ത് രണ്ട് തരക്കാരാണ്. സത്യത്തിൽ ഈ രണ്ട് തരക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ തത്വത്തിൽ അവർ ഒരുപോലെയാണ്. അതായത് ഒരു വിഭാഗം പറഞ്ഞു അങ്ങനെ സംഭവമേ പാടില്ല, മറ്റൊരു വിഭാഗം പറഞ്ഞു അങ്ങനെ പറയേണ്ട, പകരം ആ പറഞ്ഞിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ ഉള്ളിലൂടെ നമ്മുടെ ഫിഖ്ഹിന്റെ ഗുണങ്ങൾ, ഇല്ലത്തും മഖ്സൂദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, മഖാസിദുകൾ എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ എന്താണ് ഉദ്ദേശിച്ചതും അതുപോലെ തന്നെ 4 മദ്ഹബുകൾ കൊണ്ടുള്ള സൗകര്യങ്ങൾ, ഇവയൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് ലോകത്തിന് വളരെ മനസ്സിലാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞവർ, അതാണ് ഈ പറഞ്ഞ രണ്ടും തത്വത്തിൽ ഒന്നാണ്. പൂർണ്ണമായും നിഷേധിക്കാമെന്ന് പറഞ്ഞവരും അതല്ല ആ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞവരും തത്വത്തിൽ ഉദ്ദേശിക്കുന്നത് രണ്ടും ഒരർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ മഖാസിദ് ശരിയാന്ന് പറഞ്ഞത് വളരെ സൂക്ഷിച്ച് ഇത് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്, ഇരുതല മൂർച്ചയുള്ള വാളാണ്, വളരെ സൂക്ഷിച്ച്. അപ്പോൾ ഇവർ ഏതർത്ഥത്തിലാണ് പറയുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഫിഖ്ഹ് നമുക്ക് നല്ലവണ്ണം അറിയണം, ഉസൂൽ അറിയണം എന്നും മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ വിഷയം പറയാം, വിശദീകരിക്കുന്നില്ല. എന്താണ് ഫായിദ എന്നാണ് ചോദിച്ചത്. ഈ മഖാസിദ് ശരിയ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകം ഒരു ഫന്നായിട്ട് ഒരു ഡിസിപ്ലിനായിട്ട് ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് ഷാ വലില്ലാഹി ദഹ്ലവി ഹുജ്ജത്തുൽ ബാരിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ചില 3 എത്രാളുകളുണ്ട്. ഒന്ന്, അതിൽ ഫായിദ ഇല്ല. ഒന്ന്, 2 അയിമത്ത് ചെയ്യാത്ത കാര്യമാണ്. മറ്റൊന്ന്, വളരെ ളാമിളായ ഡീപ്പായിട്ടുള്ള വിഷയമാണ് മസ്ലഹത്ത്. ഇങ്ങനെ 3 എത്രാളുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഇതിനൊരു സെപ്പറേറ്റ് ഡിസിപ്ലിനായിട്ട് ക്രോഡീകരിക്കുന്നതിന് പറയുന്നുണ്ട്. ഈ 3നും ഷാ വലില്ലാഹി ദഹ്ലവി നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫായിദ എന്താണെന്നതിന് 6 ഫായിദകൾ അവർ എണ്ണി പറയുന്നുണ്ട്. ഹുജ്ജത്തുൽ ബാലിയുടെ ആദ്യത്തെ 25 പേജ് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാം. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഷാമിലയിൽ നോക്കിയാൽ ഹുജ്ജത്തുൽ ബാലിയിൽ ഈ ഭാഗം കാണൂല, കാരണം അവിടെ ഇല്ല. യഥാർത്ഥ കിതാബ് എടുത്ത് നോക്കിയാൽ മാത്രമേ ഈ ഭാഗം കാണുള്ളൂ എന്ന് മാത്രം ഓർമ്മ. സന്തോഷമുണ്ട്, ഇത്രയും ആഴമുള്ള വിഷയം പിന്നെ നല്ല വാസ്റ്റായിട്ട് തന്നെ പഠിച്ചു. നമ്മുടെ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ കണ്ടെത്തി. നമുക്ക് സമയപരിമിതി കൊണ്ടാണ്, മാത്രമല്ല നമുക്ക് ഇവരോട് പറയാനുള്ളത്, യാസിൻ സിദ്ദീഖിനോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി ഇറക്കിയിട്ടുള്ള മഖാസിദ് ശരിയക്ക് വൈകാതെ തന്നെ നിങ്ങളിൽ നിന്ന് ഈ സദസ്സ് ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ്. അതൊരു നമ്മുടെ ഒരു സന്തോഷമായിട്ട് ഏറ്റെടുക്കുകയും നല്ല രൂപത്തിലൊരു മറുപടി എഴുതി നമ്മുടെ ഫിഖ്ഹ് സ്ഥിരപ്പെടുത്താനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് വിനീതമായി ആവശ്യപ്പെടുന്നു.